മായാവിയില് മമ്മൂക്കനെ പേടിച്ചിട്ട് ഞാനൊരു കടലല്ല കായലിലേക്ക് ചാടണമല്ല. അതില്ല സംഭവം, അതൊന്നുമില്ല. കടലിലേക്ക് ചാടുന്നു, നദിയിലേക്ക് ചാടുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഷാഫിനോട്, ഷാഫി ഞങ്ങളുടെ നാട്ടിൽ ചേച്ചിമാര് മീൻ തപ്പി പിടിക്കാൻ പോവില്ലേ, മീൻ തപ്പിയിട്ട് പിടിക്കുക കെട്ടിലൊക്കെ. അപ്പോൾ അവർക്ക് പുഴയൊക്കെ അടക്കണമെങ്കിൽ ഈ കുടം കമിഴ്ത്തിയിട്ട് ഇങ്ങനെ അവിടെ നിർത്ത് പോയി കുടം കൊണ്ടാന്ന് പറഞ്ഞ്. അപ്പം സെക്കൻഡിനുള്ളിൽ ഈ കുടം വന്ന്. അപ്പോൾ എന്താ, ഞാൻ ഈ കുടം ഇട്ടാണ് ചേച്ചി ഒരു പൈപ്പ് സെറ്റ് ചെയ്ത് ആ ഷൂട്ടിങ് മാറ്റി വെച്ച് ഉച്ചക്കാക്കി. രാവിലത്തെ സംഭവമായിരുന്നു അത്. ഉച്ചക്കാക്കിയിട്ട് ഒരു പൈപ്പിൻ്റെ അവിടെ ഞാൻ ഓടിപ്പോണ ഔട്ട് വിട്ടിട്ട് ഈ പൈപ്പിൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് ഒരു പെണ്ണെ കത്തി കാണിച്ച് കുടം വാങ്ങിച്ചിട്ട് ചാടുന്നു. അപ്പൊ ചിരി ഭയങ്കരമായിട്ട് കൂടിയത്, ഒരു ചിരി കിട്ടുന്നില്ല. ഈ കല്യാണരാമനിലെ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചിട്ട്, അതായത് നിങ്ങളെല്ലാം കൂടി ഇരുന്ന് യോഗം കൂടുന്ന ഒരു സ്ഥലത്ത് ഒരു വലിയ ചെരുവത്തി പത ഉണ്ടാക്കിയിട്ട് ചേട്ടൻ അതിനകത്ത് കിടപ്പുണ്ട്, അത് ഉണ്ടായിരുന്ന അതൊക്കെ പേപ്പറിലുണ്ടായിരുന്നു. ഊഞ്ഞാലൊക്കെ അവിടെ വേറെ നമ്മൾ സെറ്റ് ചെയ്താണ് ആ സമയത്ത്. ഊഞ്ഞാലാടുന്ന ഊഞ്ഞാലടിക്കൊണ്ട് ഇതില് നമ്മൾ എഴുതിയിലുണ്ടായിരുന്നു ഡബിൽ കുളിക്കണത്. നമ്മൾ കല്യാണരാമനെ പറ്റി വീണ്ടും പറഞ്ഞ സ്ഥിതിക്ക് അഫ്സലിക്ക ഒരു പാട്ടും കൂടെ പാടേണ്ടതായിട്ടുണ്ട്. കൈ തുടിതാളം തട്ടി തൈ തകമേളമിട്ട് മെയ് നിറപ്പൊന്നും കെട്ടി വാ പെൺകിളി. കൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി മെയ് മലർ ചെണ്ടും കൊണ്ടേ വാ ആൺകിളിയോ. കൈ തുടിതാളം തട്ടി തൈ തകമേളമിട്ട് മെയ് നിറപ്പൊന്നും കെട്ടി വാ പെൺകിളി. കൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി മെയ് മലർ ചെണ്ടും കൊണ്ടേ വാ ആൺകിളിയോ. താങ്ക് യു. ഷാഫി സാറിന്റെ ഓർമ്മകളുമായി അഭിനേത്രി മാനസ. ഞാൻ ഷാഫി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞ മൂവിയിലാണ്. അപ്പം ഞാൻ സാറിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ പൂജയ്ക്കാണ്. അപ്പോൾ പൂജയ്ക്ക് മൂന്നാറിലായിരുന്നു ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട്. അപ്പോൾ ഞാനുണ്ട്, വിഷ്ണുവേട്ടനുണ്ട്, റാഫി സാറുണ്ട്, ഷാഫി സാറുണ്ട്. അപ്പോൾ അന്ന് തുടങ്ങിയതാണ് ഈ ഷാഫി സാർ ഇങ്ങനെ തമാശ പറയല്. അപ്പോൾ ഒരു ഐസ് ബ്രേക്കിംഗ് അങ്ങനെയൊന്നും ആവശ്യമല്ല. നോർമലി നമ്മളൊരു സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞാൽ ഒരു 5-6 ദിവസം എടുക്കുമല്ലോ എല്ലാവരുമായിട്ടൊന്ന് ക്ലോസ് ആയൊക്കെ വരാൻ. പക്ഷേ ഷാഫി സാറിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും എൻജോയ് ചെയ്തൊരു സെറ്റാണ്. ഇത്ര അധികം ചിരിച്ച ഒരു സമയമുണ്ടോയെന്ന് ചോദിച്ചാൽ അത് ശരിക്കും ചിൽഡ്രൻസ് പാർക്കിൻ്റെ സമയത്താണ്. സാറിനിപ്പോൾ വയ്യാതായെന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അറിയുമ്പോഴും ഞാൻ വിചാരിച്ചത് സാർ ഉറപ്പായിട്ടും തിരിച്ചു വരും. കാരണം ഇത്രയും ചാലഞ്ചസ് ഓവർകം ചെയ്ത ഒരാൾ, ഇത്രയും വിൽ പവർ ഉള്ള ഒരാൾ ഇത്ര വേഗം ഗിവ് അപ്പ് ചെയ്യുമെന്ന് തോന്നിയില്ല. പക്ഷേ വലിയൊരു ബാറ്റിലായിരുന്നു എന്ന് തോന്നുന്നു. സാറിന് പിടിച്ചു നിൽക്കാൻ പറ്റുകയാണില്ല. അപ്പോൾ സാർ എന്തായാലും ഹീസ് ഓൾവേസ് അറൗണ്ട് അസ്. സാറിൻ്റെ സിനിമയിൽ ഒരു സീനിലെ ഡയലോഗെങ്കിലും പറയാത്തൊരു ദിവസം കാണില്ല. ആ ക്യാരക്ടേഴ്സിൻ്റെ ഒരു സ്റ്റിക്കർ ഉപയോഗിക്കാത്തൊരു ദിവസം കാണില്ല. അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു സാറിൻ്റെ മൂവിയിലൊരു പാട്ട് കേൾക്കാത്തൊരു ദിവസം കാണില്ല. അപ്പോൾ ഹീസ് ലെഫ്റ്റ് ഹിസ് സിഗ്നേച്ചർ ആൻഡ് ഹിസ് ഫുട് പ്രിൻറ്റ്സ് ബിഹൈൻഡ്. അപ്പോൾ നമ്മളതെന്നും നമ്മുടെ മനസ്സിലുണ്ടാവും, നമ്മുടെ ചുറ്റും അതുണ്ടാവും.